പ്രൈസ് ദി ലോർഡ്. ക്രൈസ്റ്റ് മെന്റാലിറ്റിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം, അത് ശ്രദ്ധിക്കുന്നതിന് മുൻപായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ഒന്ന്, യേശു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ താഴെ നിന്ന, ഞാൻ താഴെ നിന്നല്ല. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാ, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. ഹല്ലേലൂയ. അവൻ അറിയാം അവൻ ആരാണെന്ന്. അവന് നന്നായി അറിയാം അവൻ ആരാണെന്ന്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ മനുഷ്യനാ, ഞാൻ മനുഷ്യനല്ല. എന്നെ കാണാൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവമാണ്. ഞാൻ മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു വന്ന ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെപ്പോലെ ആകാൻ കഴിയില്ലെന്ന് അവൻ പറഞ്ഞു. നിനക്ക് ചിലപ്പോൾ ആൾക്കാരെ ബ്ലെയിം ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്കത് സാധിക്കില്ല. നിനക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ സാധിക്കുമായിരിക്കും, പക്ഷെ എനിക്കത് സാധിക്കില്ല. നിനക്ക് ചിലപ്പോൾ നിന്റെ കുറവ് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവന്റെ വലിയ തടിക്കഷ്ണമാക്കി കാണിക്കുവാനായിട്ട് നിനക്ക് പറ്റുമായിരിക്കും, പക്ഷെ കർത്താവ് പറഞ്ഞത് എനിക്കത് പറ്റില്ല. എന്നിൽ പാപമില്ല, പക്ഷെ എങ്കിൽ പോലും എനിക്ക് നിന്നെ പാപിയായിട്ട് കാണാൻ പറ്റില്ല, കാരണം ഞാൻ നിന്നെ പോലെ അല്ല. ഇതാണ് യേശു പറഞ്ഞത്. എനിക്ക് നിന്നെ പോലെ, എന്നെ ആകൃതിയിൽ എനിക്ക് നിന്നെ പോലെ ആകാൻ പറ്റും, പക്ഷെ സ്വഭാവത്തിൽ എനിക്ക് നിന്നെ പോലെ ആകാൻ പറ്റില്ല. സ്വഭാവത്തിൽ നിന്നെ ഞാൻ എന്നെ പോലെ ആക്കുവാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് കർത്താവ് പറഞ്ഞത്. അവന്റെ നിലപാടത്തായിരുന്നു, ക്രിസ്തുവിന്റെ മനോഭാവം അതായിരുന്നു. കാണാൻ എന്നെ കൊള്ളാം, കാണാൻ എന്നെ മനുഷ്യനെ പോലെയുണ്ട്, എനിക്ക് മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. എനിക്ക് ദൈവമായിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ദൈവമായിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് നിന്നെ എൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇതാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ ഈ നിലപാടായിരുന്നു പലപ്പോഴും യേശുവിനെ വലിയ അപകടങ്ങളിൽ കൊണ്ട് എത്തിച്ചത്. ഈവൻ യേശുവിൻ്റെ കുരിശുമരണത്തിന് പോലും കാരണമായി അവർ കണ്ട ഒരു റീസൺ അതായിരുന്നു, സത്യം സത്യമായി അവൻ പറഞ്ഞിരുന്നു. അവനതിൽ വെള്ളം ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല. യേശുവിനെ കല്ലെറിയുവാനായി പലരും ശ്രമിച്ചതിൻ്റെ കാരണവും അതായിരുന്നു. അവൻ സത്യം പറഞ്ഞു. അവൻ ആരാണെന്ന് അവൻ അറിയാമായിരുന്നത് കൊണ്ട് അവനത് പറഞ്ഞു. അവനതിൽ കോംപ്രമൈസ് ചെയ്യാൻ പോയില്ല. മനസ്സിലായില്ലേ? യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവപുത്രനാണ്. ആൾക്കാർ പറഞ്ഞു, നിന്നെ തന്നെ ദൈവത്തിന് തുല്യനാക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്കത് മാറ്റാൻ പറ്റില്ല. ഹല്ലേലൂയ. കാരണം അവന് അവന്റെ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, യേശുവിന് തന്റെ സ്ഥാനത്തെക്കുറിച്ച്, താൻ ആരാണെന്നും തന്റെ സ്ഥാനത്തെക്കുറിച്ചും അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ദുഷ്ടൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതും ഇതാണ്, നിന്നെ ദൈവം നിർത്തിയിരിക്കുന്ന ഇടത്തെക്കുറിച്ചും നിന്റെ സ്ഥാനത്തെക്കുറിച്ചും നിനക്ക് അറിവുണ്ടാക്കരുത്. ആ അറിവ് നിനക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നീ അവനെ ജയിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? പ്രലോഭകൻ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന്റെ കാരണം പോലും ഈ പേരും പറഞ്ഞ് അവനെ പ്രലോഭിപ്പിച്ച് അവനെ വീഴ്ത്താനിട്ടായിരുന്നു. യേശു പറഞ്ഞു, എനിക്കറിയാം ഞാൻ ആരാണ്, എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചില പ്രലോഭനങ്ങൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ പറയും, നീ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അത് ദുഷ്ടനെ നീ തെളിയിപ്പിക്കേണ്ട ആവശ്യമില്ല. നീ അവനെ തെളിയിക്കേണ്ടത് എനിക്ക് നിന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള മനോഭാവം എടുത്തുകൊണ്ടായിരിക്കണം. ആ ക്രൈസ്തവ മനോഭാവം നമ്മളിൽ വെളിപ്പെടട്ടെ. പക്ഷെ അതേ സമയത്ത് അവനെ പോലെ നിൽക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഈ ക്രൈസ്തവ മനോഭാവം നമ്മളിൽ വെളിപ്പെടട്ടെ. നീ ആരാണെന്നുള്ള ബോധ്യത്തിൽ നിന്റെ ഡെസിഗ്നേഷനും നിന്റെ പൊസിഷനും മനസ്സിലായി അവിടെ നിൽക്കുവാൻ ദൈവം നിന്നെ ഇടയാക്കട്ടെ. ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലും ആ മനോഭാവത്തിലും ദൈവം നമ്മളെ വളർത്തട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു. കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ക്രൈസ്റ്റ് മെന്റാലിറ്റിയിൽ ഇവർ വളർന്നു വരട്ടെ. ഇവർ ആരാണെന്നും ഇവരുടെ ദൈവിക സ്വഭാവം ഇവരിൽ വെളിപ്പെടേണ്ടത് എങ്ങനെയാണെന്നും ഇവർക്ക് മനസ്സിലാക്കുവാനും അതിൽ ജീവിക്കുവാനും ഇവർക്കിടയാകട്ടെ. ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തെ പ്രയോജനപ്പെടുത്തുവാൻ അവിടുത്തെ മക്കൾക്കിടയാകട്ടെ. ഇവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. സകല ശാപങ്ങളും രോഗങ്ങളും പാപങ്ങളും ഇവരെ വിട്ടുമാറട്ടെ. ഇവർ അനുഗ്രഹം തന്നെയായി തീരട്ടെ. ചില എഴുത്തുകൾ ഇങ്ങനെ കർത്താവിനെ കാണിക്കുന്നു. ചില വ്യക്തികൾ ഇങ്ങനെ കൃതികൾ എഴുതുന്നത്, അങ്ങനെയുള്ള ചില വ്യക്തികളെ, ലേഖനങ്ങള്, കൃതികള്, സാഹിത്യ രചന നടത്തുന്ന ചിലരെ കർത്താവ് ഉയർച്ചയിലേക്ക് നയിക്കുവാൻ പോകുന്നു. ദൈവം വളർത്തുന്നു. നിന്റെ കൃതികളെ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു. പല വ്യക്തികളും നിന്റെ കൃതികൾ കണ്ട് ദൈവം നിന്നെ ഒരു വളർച്ചയിലേക്ക് നയിക്കുവാൻ പോകുന്നു. നടക്കുമ്പോൾ വലത് കാലിന് പ്രശ്നം സംഭവിച്ചിട്ട് നടക്കുമ്പോൾ
മുടന്തുണ്ടാകുന്ന ഒരു വ്യക്തിയെ, കഴിഞ്ഞൊരു 3.5 കൊല്ലം ആകുന്നതേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട്, ആ വ്യക്തിയെ കർത്താവ് പരിപൂർണമായി സൗഖ്യമാക്കുന്നു. ഒരാണി രോഗം പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പരിപൂർണമായി വിടുവിക്കുന്നു. ജൂലി എന്നൊരു പേരുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നു. ശരീരത്തിൽ ചെറിയ കുരുക്കൾ പോലെ വന്ന് അത് വ്രണമായി തീർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പരിപൂർണമായി ആ ഒരു രോഗത്തിൽ നിന്ന്, ആ ഒരു അലർജിക് ഡിസോർഡറിൽ നിന്ന് കർത്താവ് പരിപൂർണമായി വിടുവിക്കുന്നു. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിൽ വെച്ചുകൊണ്ട് അത് എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ആകുലപ്പെടുന്ന ഒരു യുവാവിനെ നോക്കി ദൈവം പറയുന്നു, എൻ്റെ ജീവിതത്തെ ഞാൻ പണിയുവാൻ പോകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളുടെ ജീവിതം പണിയട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവം നിർത്തിയിടത്ത് നിന്നുകൊണ്ട് ആ ബോധത്തിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ.